പുതിയൊരു എപ്പിസോഡാണ് കേട്ടോ. നമ്മളിത് വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രത്യേക സ്ഥലമാണ്. അത് മുത്തപ്പൻ കാവെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഈ മുത്തപ്പൻ കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഭയം തോന്നുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ ഇപ്പോൾ മുത്തപ്പൻ കാവിലേക്ക് നമ്മൾ നടന്നു പോവാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിനെ ആളുകൾ ഭയങ്കര ഭയത്തോടെ ഉണ്ടോ കാണുന്നത്. കാരണം ഇതിനെപ്പറ്റി ഒരു പഴയൊരു കഥയുണ്ട്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്ഥലം ഒരു ആദിവാസികൾ മാത്രം താമസിച്ചിരുന്ന ഒരു പ്രദേശമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്നുണ്ടായിരുന്നവർ വിശ്വാസപ്രകാരം മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ദൈവത്തിന് ജീവൻ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി മറ്റുള്ള ഈ സ്വീകാര്യത മൂലം ഇവിടെ ആത്മഹത്യ ചെയ്യാൻ വരുന്നവരുടെ ഒരു സ്ഥലമായിട്ട് ഈ സ്ഥലം മാറിയിട്ടുണ്ട്. ഈ കാവും ഇവിടുത്തെ ആചാരങ്ങളും എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇന്നും നിലനിന്ന് പോവുകയാണ്. അന്വേഷിച്ചു വരാൻ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല എന്നറിയാം. എങ്കിലും ആരെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടി ഇനിയൊരു മടങ്ങിവരവ് സാധ്യമല്ലാത്തൊരിടത്തേക്ക് ഞാൻ പോവുകയാണ്. എന്നെ അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹരിനാരായണൻ. ഇവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന് മരിച്ചവർ മാത്രമല്ല കേട്ടോ കേസ് ഉള്ളത്. അതായത് ഈ സ്ഥലം ഒരു കൗതുകത്തിന് വേണ്ടി കാണാൻ വേണ്ടി വന്നിട്ട് മറ്റു പലതും കണ്ട് അങ്ങനെ മരണപ്പെട്ട സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇവിടെ മരിച്ചവരുടെ ആത്മാക്കളെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. ആരാന്ന് ചോദിച്ചത്? ഞാൻ സമാനായിട്ട് ചാവുമെന്നാണ്. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലരുതിട്ടാ. ആ അത്രയാ. എന്തായാലും ചാവുമെന്ന്. ഇനി പ്രേതം പിടിച്ചാത്താലും എനിക്കൊരു പ്രശ്നമല്ല. ആരാന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം.
ഞാൻ കണ്ടു, ഞാൻ കണ്ടുട്ടാ. ആരായാലും പുറത്തേക്കോ? നീലി അമ്മേ, ചുരിദാറിട്ട് നീലിയ. എന്തെങ്കിലും പറ്റിയോ? ഇല്ല. അതെ, പേടിക്കണ്ട, ഞാൻ പ്രേതമൊന്നുമല്ല. അതെ. എന്താ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ വലിഞ്ഞവർ വന്നു? ഞാൻ വലിഞ്ഞേര് വന്നൊന്നുമല്ല. താൻ എന്തിനാ ഇവിടെ വന്നേ? അതിന് തന്നെ ഞാനും വന്നത്. അതിങ്ങനെയാണ് വന്നേ. മനുഷ്യന്റെ നല്ല ജീവനങ്ങൾ പോയി. കാട്ടിലോട്ട് അമ്മൂമ്മയുടെ ഫാഷൻ. പിന്നെ ചാവാൻ വന്ന തന്നെ ഇവിടെ ആരെങ്കിലും ചെണ്ടമേളും താലപ്പൊലിയായിട്ട് കാത്തിരിക്കുന്ന കരുതിയോ? തനിക്ക് ആവുന്ന പണിക്ക് പോയാൽ പോരെ. തന്നെ കണ്ട് ഇതിനൊന്നും പറ്റൂല. പോലീസ് അങ്ങനെ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോവാൻ നോക്ക്. ദേ, വീട്ടിൽ പോണോ കാട്ടിൽ പോണോ ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായ? താൻ കാര്യം നോക്കി പോവാൻ നോക്കി. ഓ, എന്തേ കുറച്ചേരം വന്നിട്ട് ചവണല്ലേ? കയറവിടെ മണ്ടാരം. സെറ്റപ്പൊക്കെ ആയിട്ട് വന്നേക്കണം. അതെ, ആവുന്ന പണിക്ക് പോയാ പോരെ. എന്തൊക്കെയാ ചെയ്യുന്നത്? ആപ്പട്ടൻ്റെ അടി പൊക്കോണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും നേരം ഇവിടെ കിടന്ന് മുങ്ങിക്കൊണ്ടിരുന്നത്. ഏ, ഒന്നുമില്ല. തനിക്ക് പറ്റുമെങ്കിൽ ഇതൊന്നും കെട്ടിത്താ. തരാം. ഓരോരോ ശല്യങ്ങൾ സംവാരടിച്ചാവാനും സമ്മതിക്കില്ല. വാ, ഒന്നിക്ക് അളവിനനുസരിച്ച് കെട്ടിത്തരാം. തന്റെ കൈയൊക്കെ വറക്കുന്നുണ്ടല്ലോ. തന്നോട് എന്നെ താലി കെട്ടാനൊന്നുമല്ലല്ലോ പറഞ്ഞേ. എന്തിനാ ഇത്രയും പേടിക്കുന്നേ? പെട്ടെന്ന് കെട്ട്. കെട്ടിയുണ്ട്. എന്താ ചായക്കോ? ഈശ്വര, ഞാൻ ചാവാൻ വന്നിട്ട് വേറെ ശബ്ദത്തിന് കാവലേക്കൊണ്ട് വരൂ. അനക്കൊന്നുമില്ലല്ലോ. ഊഞ്ഞാലാടണം. താന്ത മരിക്കണല്ലേ? ഞാൻ ചെന്നിട്ട് തനിക്ക് എന്താ ഇപ്പൊ അത്യാവശ്യം? ചുമ്മാ ആളെ വടിയാക്കണ്ട. ഞാൻ അയ്യോ ചാവുന്ന കൊലക്കുറ്റത്തിനകത്തായനെ. എടാ, തഞ്ഞു വിശ്വസിച്ച് തൂങ്ങിയിരുന്നെങ്കിൽ തൂങ്ങിയല്ല ഞാൻ ഇവിടെ വീണ് നാട്ടിലോട് ചേർത്തേനെ. പോട്ടെ, സാരമില്ല. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു കയറ് പോലും കെട്ടാൻ പറ്റാത്ത താനെന്തിനാ ഇവിടെ വന്നേ? കൂടെ ഉടുക്കത്തെ പേടിയും. അത് വലിയൊരു കഥയാ. അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ചുമ്മാ പറയുന്നേ. എന്തായാലും നമ്മളിനി കാണാൻ പോകുന്നില്ല. താൻ പറ, ഒരു കഥ കേട്ടിട്ട് മരിക്കാം. ചിരിക്കാതെ തന്നെ ഇവിടെ എത്തിച്ചെന്താന്ന് പറയടോ. ഐഷ. നമ്മെ തേടി നിഴലായി ഞാനരികെ തണലാവാം ചാരേ സ്വർഗം തേടി തേടി തീരാത്ത മോഹം തുവരാത്ത ദാഹം പല കാലം നമ്മിൽ പെയ്തൊരു നാളും നിറയാതെ ഈ കാതല്ലണയാതെ പാറും കരയാകെ ചിരിയോടെ അലയ
ഇളമയിൽ മഴ ചാറും കുളിരായി കനവാണോ നിനവാണോ പുതിയ തെളിമാനം നുകരാൻ തീരാത്ത മോഹം തുവരാത്ത ദാഹം പല കാലം നമ്മിൽ പെയ്തൊരു നാളും നിറയാതെ ഈ കാതല്ലണയാതെ പാറും കരയാകെ ചിരിയോടെ അലയാ ഏകം സത്യം ഈ പ്രപഞ്ചം ചിരകാലം സ്നേഹം പുണ്യം പാരിൽ കാണും മതിമോദം ഈ കാറ്റും പുഴയും മലയും വയലും സ്ഥിതി ധന്യം സർവം വർണ്ണം നിറയുന്ന മമഗേഹം ഏകം സത്യം ഈ പ്രപഞ്ചം ചിരകാലം സ്നേഹം പുണ്യം പാരിൽ കാണും മതിമോദം ഈ കാറ്റും പുഴയും മലയും വയലും സ്ഥിതി ധന്യം സർവം വർണ്ണം നിറയുന്ന മമഗേഹം. പെട്ടെന്നായിരുന്നു എല്ലാം മാറിയത്. എനിക്കിപ്പോൾ ഇതേ മാർഗമുള്ളൂ ഹരി. ഇതിനാണ് ആയിഷ നമ്മൾ ഒന്നിച്ചത്, എല്ലാം പാതിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട്. ഹരി, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നമ്മുടെ ജാതി, മതം, കുടുംബം, എൻ്റെ വീട്ടുകാർ, അവർ നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. എൻ്റെ ഇഷ്ടം കൂടെ അവർ നോക്കുമെന്നാണ് ഞാൻ ഇത്ര നാളും വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തെറ്റി. അവർക്ക് വലുത് അവരുടെ അഭിമാനവും അന്തസ്സും മതവും ഒക്കെ തന്നെ. ഇനി ഞാൻ നിൻ്റെ കൂടെ വരണമെങ്കിൽ ഞാൻ അവരെ മറന്നു വരണം. അതെനിക്ക് പറ്റില്ല. ആയിഷ, മതി ഹരി, ഇതിവിടെ നിർത്താം. ഗുഡ് ബൈ. ഇളമയിൽ മഴ ചാറും കുളിരായി കനവാണോ നിനവാണോ പുതിയ തെളിമാനം നുകരാൻ തീരാത്ത മോഹം തുവരാത്ത ദാഹം പല കാലം നമ്മിൽ പെയ്തൊരു നാളും നിറയാതെ ഈ കാതല്ലണയാതെ പാറും കരയാകെ ചിരിയോടെ അലയാ. അപ്പൊ അതാണ് കഥ. ഇനിയിപ്പോൾ താ അവിടെ നിന്ന് എൻ്റെ കാലിനോട് പറ, അതൊരു കേൾക്കട്ടെ. ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെ. ആ, തന്നിട്ടേ ചോദിതാരാ? പോയിട്ടൊന്നുമില്ല, പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. ആഹാ, അല്ല ആളാരാ? ഇതാള് ഹരിനാരായണൻ. ഏ, ഇത് ഞാനല്ലേ? അതെ, താൻ തന്നെ. ഞാനങ്ങനെ തന്നെ. തനിക്കൊരു നിത്യ ഓർമ്മയുണ്ടോ? ആകെ ഒരു നിത്യം എനിക്കറിയുള്ളൂ. അതാണെങ്കിൽ ഒരു 3 വർഷം വരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷേ ആളെ കിട്ടിയില്ല. പണ്ട് ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ ആക്റ്റീവ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഫ്രണ്ടായിരുന്നു. പുള്ളിക്കാരിയാണെങ്കിൽ ഒരുപാട് സംസാരിക്കും. അന്നൊക്കെ എനിക്ക് സംസാരിക്കാൻ വേറെ ആരില്ലായിരുന്നു. അപ്പോൾ പറയാൻ പുള്ളിക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ ഒരു 4-5 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആളെ നേരിട്ടുണ്ടല്ല, ചോദിക്കുമ്പോഴൊക്കെ ഇന്ന് കാണാം, നാളെ കാണാം, പിന്നെ കാണാമെന്നൊക്കെ പറയും. പക്ഷേ ഒരു 2 കൊല്ലം മുമ്പ് പെട്ടെന്നൊന്നും പറയാതെ പുള്ളിക്കാരനെ കാണണ്ടായി. ഞാൻ അക്കൗണ്ടൊക്കെ നോക്കിയപ്പോൾ അക്കൗണ്ടും കാണുന്നില്ല. ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആളെ കാണാൻ പറ്റില്ലല്ലോ. ഓ, എന്നാ കണ്ടു, ഞാനാ നിത്യ. താനോ? ചുമ്മാ ജോക്കടിയില്ലേ? അതേടോ, ഞാനൊരു 2 വർഷം മുന്നേ തന്നെ കാണാൻ വന്നിരുന്നു.
താൻ ആയിഷയെ പറ്റി അന്നൊന്നും എൻ്റെ അടുത്ത് പറയാത്തതുകൊണ്ട് താനൊരു റിലേഷൻഷിപ്പിലാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം എനിക്ക് തന്നോടുള്ള ഇഷ്ടം പറയാനാ ഞാനന്ന് വന്നേ. പക്ഷെ അപ്പോഴാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടേ. എന്നിട്ടെന്താ, ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. അല്ല പക്ഷെ പിന്നെ താങ്ങനെ ഇവിടെ? എന്തോ ദൈവഭാഗ്യം, തൻ്റെ ആയിഷയ്ക്ക് വീട്ടുകാരെ അന്വേഷിച്ച ചെക്കൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവരുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഊഹിച്ചത് ഇത്. എനിക്ക് തോന്നിയായിരുന്നു താൻ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുകയെന്ന്. തന്നെ എനിക്കറിയാലോ. ഒരു പെണ്ണ് പോയെങ്കിൽ എന്താ, ലൈഫ് അവിടെ അവസാനിക്കുന്നൊന്നുമില്ലല്ലോ. തന്നെ സ്നേഹിക്കുന്നവർ ഇനിയും ഈ ലോകത്ത് ഒരുപാടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഹരി ഇന്നിവിടെ ഇങ്ങനെ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. എനിക്ക് ഹരി അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു. തന്നെ അങ്ങനെ വിട്ടുകളയാൻ തോന്നിയില്ല. അതാ പിന്നാലെ വന്നേ. പിന്നെ ഇപ്പം ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. അല്ല, മരിക്കാന്നുള്ള തീരുമാനത്തിൽ നിന്ന് മാറ്റമുണ്ടെങ്കിൽ, ഇനി ജീവിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈഫിലേക്ക് ഞാനിവിടെ വന്നോട്ടെ. തനിക്കെന്നെ കെട്ടിക്കൂടെ? താൻ ഫുൾ സർപ്രൈസ് ആണല്ലോടോ. ഇത്രയും നാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുക, എന്നെ രക്ഷിക്കാൻ എത്ര റിസ്ക് എടുത്ത് ഇവിടം വരെയൊക്കെ വരാ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ മരിക്കാൻ വന്നപ്പോൾ വരെ കൂടെ വന്ന ആളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരാ ഇവിടെ? ഹരി അങ്ങോട്ടൊന്നും പോണ്ട. അതാരാന്ന് പോയി നോക്കട്ടെ. ഇതേപോലെ ആരെങ്കിലും ചാവാൻ വന്നാണെങ്കിലോ? ആ, ചേട്ടൻ മരിക്കാൻ വന്നായിരിക്കും അല്ലേ? വന്നേ പറയട്ടെ, വാ. ചേട്ടൻ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ചേട്ടൻ നമുക്ക് 1000 പ്രശ്നങ്ങളുണ്ടാവും എന്ന് കരുതി നമ്മൾ തളരരുതൊരിക്കലും. ഞാനിതുപോലെ മരിക്കാൻ വന്നതാണ്. പക്ഷേ ദേ ഇവിടെ എൻ്റെ തീരുമാനം മാറ്റി. അതേപോലെ ചേട്ടനും ആരെങ്കിലൊക്കെ വരും തീരുമാനം മാറ്റാനായിട്ട്. അതിന് പറ്റൂല ബ്രദർ. ഞാൻ ഓൾറെഡി ഒന്ന് മരിച്ചതാ. ഇനി എന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എന്നുവെച്ചാ ഞാൻ നിങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വന്ന. എങ്ങോട്ട്? വാ, എൻ്റെ കൂടെ കൊണ്ടുപോകാൻ. നമുക്ക് പോയാലോ?